നമസ്കാരം. ഇന്ന് 14/11/2025. ഇന്ന് 24ൻ്റെ പ്രഭാത വാർത്തയിൽ ഒരു വാർത്ത കണ്ട് ഞാൻ അറിയാണ്ട് ചിരിച്ചുപോയി. കാരണം ഞാനൊരു കരുനാഗപ്പള്ളിക്കാരനായതുകൊണ്ടായിരിക്കാം. കരുനാഗപ്പള്ളിയിൽ മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യ അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ ചിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് എവിടെയാണ്? അതും കരുനാഗപ്പള്ളിയിലാണ്. അതുകൊണ്ട് കരുനാഗപ്പള്ളിക്കാരുടെ തലയിൽ ഒരു പൊന്തൂവലായിരിക്കാം ഇത്. എന്ത് തന്നെയാലും ഇതൊരു തമാശയാണെങ്കിലും ഈ പ്രതിക്ക് നമ്മുടെ നിയമം എന്ത് ശിക്ഷ കൊടുക്കുന്നു നോക്കിക്കാണണം. അതിന് ശേഷം വന്നൊരു വാർത്തയുണ്ട് കേട്ടോ. ചെന്താര ആരാണ് സത്യത്തിൽ ചെന്താരെ ഞാൻ പറയുന്നത് സത്യസന്ധനായ ഒരു കൊലയാളി എന്ന് പറയും. എന്തുകൊണ്ടാണ് സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊല ചെയ്യുന്നതിന് മുമ്പും കൊലവിളി നടത്തുകയും ഞാൻ കൊല ചെയ്തു എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയാണ് നമ്മൾ എടുക്കുന്നത്? ജയിലിൽ കൊണ്ടുപോവുക, പിന്നെ ജാമ്യം കൊടുക്കുക, വീണ്ടും വരിക, വീണ്ടും അദ്ദേഹം കൊല ചെയ്യുക, എന്നിട്ട് കാട്ടിപ്പോയി ഒളിച്ചിരുന്നിട്ട് ഒരു ഗ്രാമം മുഴുവൻ പിന്നാലെ നടന്നിട്ട് അദ്ദേഹത്തെ പിടിക്കുക, വീണ്ടും ജയിലിൽ പോവുക. ഇപ്പോൾ ഏറ്റവും അടുത്താണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധി വരാൻ പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് പ്രധാന സാക്ഷി തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞു. ആരാണത്? ഒരു ചേച്ചിയാണ്. പ്രിയപ്പെട്ട ചേച്ചി, ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അവസാന വിധി കൊടുക്കുന്നത് വധശിക്ഷയാണ്. ഈ വധശിക്ഷ നടപ്പിലാക്കാനുള്ളതാണോ അതോ വിധിക്കാൻ മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചു പോവാണ്. കാരണം എന്താണ്? കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ശിക്ഷ ഒന്ന് കണ്ടു നോക്കുക. എന്ത് തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടും വധശിക്ഷ ഇളവ് ചെയ്ത ആളാണ് ഗോവിന്ദസ്വാമി, അല്ലേ? അപ്പോൾ വധശിക്ഷ നടപ്പിലാക്കാനുള്ളതല്ലല്ലോ, ആണോ? ഇനി എന്ത് തന്നെയായാലും പക്ക ക്രിമിനലായ ഒരാൾ കൂടി നമ്മുടെയൊക്കെ നീതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്നുണ്ട്. അയാളുടെയും വധശിക്ഷ ഇളവ് ചെയ്തോ എന്ന് അറിയത്തില്ല. യൂട്യൂബ് നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും എനിക്ക് ഓർമ്മയില്ല. പേര് അമീറുൽ ഇസ്ലാം, പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതി. അദ്ദേഹം ചെയ്തത് എത്രയോ ക്രൂരതയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു, അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. എന്നിട്ട് ആ സ്ത്രീത്വത്തിൻ്റെ പല ഭാഗങ്ങളും വികൃതമാക്കി എന്നാണ് അന്നത്തെ വാർത്തകൾ കാണാൻ കഴിഞ്ഞു. ഇത്ര ക്രിമിനലായ മനുഷ്യരെയൊക്കെ എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്നു? ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ചെയ്താൽ മനുഷ്യാവകാശ കമ്മീഷൻ വരും. ഞാൻ തൊഴുതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനോട് ചോദിക്കുന്നത്, ഈ കൊല ചെയ്യപ്പെടുന്നവരും അവരുടെ കുടുംബങ്ങളും പീഡിപ്പിക്കപ്പെടുന്നവരുടെ കുടുംബങ്ങളൊക്കെ മനുഷ്യരല്ലേ എന്നാണ്. എന്തു തന്നെയായാലും നിയമം മാറേണ്ടതാണ്. ഈ നിയമം ഉള്ളിടത്തോളം കാലം കുറ്റകൃത്യങ്ങൾ പെരുകുകയുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ. ബൈ.